രാജ്യസുരക്ഷയും പ്രജാക്ഷേമത്തിനുമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 56 ദിവസം നീണ്ടു നിൽക്കുന്ന സഹസ്രനാമങ്ങളും ജലജപങ്ങളും വേദമന്ത്രങ്ങളും കൊണ്ട് ശ്രീ പത്മനാഭ സന്നിധി മന്ത്രമുഖരിതമാകും. 6 വർഷത്തിലൊരിക്കലാണ് മുറജപം നടക്കുന്നത്. വന്ദേ പത്മനാഭം എന്ന പേരിൽ നടക്കുന്ന കലാപരിപാടികൾ ഇന്ന് വൈകിട്ട് സിനിമാ താരം റാണ ദഗുപതി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങൾ നൽകുകയാണ് MS വീണ. സ്വാഗതം. നമസ്തേ. പുത്തമ്പുലരിയിലേക്ക് സ്വാഗതം വീണ. എന്തായാലും വീണ അവിടെയുണ്ട്. വളരെ മനോഹരമായ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ. വീണ പറയൂ. ശ്യാംബാബു, വളരെ ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിനാണ് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഒരു മുറജിബത്തിൽ നിരവധി ഭക്തരാണ് പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം തേടി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരും ദർശനം കഴിഞ്ഞെത്തുന്നവരും അടക്കം നിരവധി ഭക്തജനങ്ങളാണ് ഈ ഒരു ദിവസം ഇവിടെ ഉള്ളത്. ഏറ്റവും എടുത്തു പറയാനുള്ളത്, ഇത്തവണത്തെ ഈ ഒരു മുറജപം ഇന്ന് ആരംഭിക്കുമ്പോൾ 4 ഇടങ്ങളിലും, അതായത് ക്ഷേത്രത്തിൻ്റെ 4 ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേദമണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട രാവിലെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും എടുത്തു പറയാനുള്ള ഇത്തവണത്തെ ഈ ഒരു മുറജപത്തിൽ 3 വേദങ്ങൾക്ക് പുറമെ അധർമ്മ വേദം കൂടി പാരായണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഒരു മഹനീയമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നിരവധി ഭക്തരാണിപ്പോൾ ക്ഷേത്ര പരിസരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ളൊരു പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭഗവാനെ തൊഴുന്നതിനായിട്ട് നിരവധി പേർ എത്തുന്നു. നീണ്ട ക്യൂ അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് തന്നെ 4:30 പുഷ്പാഞ്ജലി സ്വാമിയാർ ഒറവങ്കര അച്യുത ഭാരതി കിഴക്കേനട വേദമണ്ഡപത്തിന് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് ആരംഭമായത്. മാത്രമല്ല, ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് വേദങ്ങളെക്കുറിച്ച് ഭക്തർക്കിടയിലും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കിടയിലും അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഒരു ചടങ്ങ് ഇപ്പോഴും ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയാനുള്ള 56 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു മുറജപ ചടങ്ങ്. രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതാണ് മുറജപം. മുറജപത്തിൻ്റെ ഭാഗമായിട്ട് ജനുവരി 10 വരെ വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെ കിഴക്കേ നടയിലും വടക്കേ നടയിലും ഒക്കെ കലാപരിപാടി നടക്കുന്നുണ്ട്. ഇന്നും ആ ഒരു കലാപരിപാടി ഉണ്ട്. ഇന്നാണ് കലാപരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക. വന്ദേ പത്മനാഭം എന്ന പേരിൽ നടക്കുന്ന കലാപരിപാടിയുടെ ഉദ്ഘാടനം വൈകിട്ട് സിനിമാ താരം റാണ രഘുപതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ മുറജപ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് ദർശനം നടത്തുന്നതിനുള്ള സൗകര്യക്രമങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷത്തിൽ പുറത്ത് ഭക്തർ ദിനംപ്രതി എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് ആയിട്ടുള്ള ഓൺലൈൻ ബുക്കിംഗ് അടക്കമുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിശേഷാൽ പൂജകൾക്കും ഭക്തർക്ക് പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടാകും. ഏകലക്ഷാർച്ചന ചടങ്ങുകളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, എല്ലാ ദിവസവും വൈകിട്ട് 48 ദിവസം നീണ്ടു നിൽക്കുന്ന ജലജപവും കൂടി നടക്കുന്നുണ്ട് പത്മതീർത്ഥക്കുളത്തിൽ. അതിൻ്റെ ഭാഗമായി ക്ഷേത്രക്കുളത്തിൻ്റെ പരിസരത്ത് തന്നെ വൈദ്യുത ദീപാലങ്കാരം ഉണ്ടായിരിക്കും. ജനുവരി 14 ഇതുമായി ബന്ധപ്പെട്ടുള്ള മകരശിവേലിയും ലക്ഷദീപത്തോടും കൂടിയാണ് ഈ ഒരു മുറജപം സമാപിക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ആരംഭിക്കുമ്പോൾ തന്നെ വലിയ തരത്തിലാണ് നമുക്ക് ഈ ഒരു ഭക്തജന പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം നഗരം തീർത്തും ഭക്തിസാന്ദ്രമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇനിയുള്ള 56 ദിവസവും അതിന് തന്നെയായിരിക്കും നമുക്ക് അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ വലിയൊരു ഭക്തജന പങ്കാളിത്തം കാണാം. വരും മണിക്കൂറുകളിലും ഇത് കൂടാൻ തന്നെയാണ് സാധ്യത. ശ്യാം. താങ്ക് യു വീണ. താങ്ക് യു സോ മച്ച്.